വരാനിരിക്കുന്ന റംസാൻ വിഷു ആഘോഷങ്ങളെ വരവേൽക്കാൻ 10% മുതൽ 40% വരെ ആകർഷകമായ ഓഫറുകളുമായി നിറം ഫാബ് ഒരുങ്ങിക്കഴിഞ്ഞു. റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ അതിവിപുലമായ കളക്ഷൻ, ജെന്റ്സ്, ലേഡീസ് ആൻഡ് കിഡ്സ് വെയറുകളുടെ അതിവിപുലമായ ശേഖരം, വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. ഈ ആഘോഷകാലത്ത് നിങ്ങളുടെ ഷോപ്പിംഗ് കൂടുതൽ സന്തോഷകരമാക്കാൻ ഇന്ന് തന്നെ എത്തിച്ചേരൂ. പ്രജാപിത ബ്രഹ്മകുമാരീസ് വിശ്വവിദ്യാലയത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് തിരുവല്ലോമലയിൽ ശിവധ്വജാരോഹണം നടന്നു. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ 90ാമത് വാർഷികത്തോടനുബന്ധിച്ചാണ് ശിവജയന്തി ഭാഗമായി ശിവധ്വജാരോഹണം നടത്തിയത്. തിരുവല്ലോമല പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ നടത്തിയ ചടങ്ങിൽ ബ്രഹ്മകുമാരീസിന്റെ തൃശൂർ, എറണാകുളം ജില്ലകളുടെ സാരഥിയും 50 വർഷത്തെ യോഗ തപസ്നിയുമായ ബ്രഹ്മകുമാരി രാധ ബെഹൻജി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ച് വിചിത്രമായ രീതിയിൽ നടക്കുന്നതാണ്. 15-ാം തീയതി നമ്മൾ വളരെയധികം ഭാഗത്ത് കൊടിയുയർത്തുകയും ശിവസന്ദേശം എല്ലാവർക്കും പകർന്നു നൽകുകയും ചെയ്തിരുന്നു. അത് കണ്ടിന്യൂസായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 1 മാസത്തോളം നമ്മൾ ശിവരാത്രി ആഘോഷിക്കാറ്. കാരണം സാധാരണ ഒരു ജയന്തിയല്ല ശിവജയന്തി. നമ്മളത് ഓം നമഃശിവായ പഞ്ചാക്ഷരി മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഭക്തർ രാത്രി മുഴുവൻ ഉറക്കമുണർന്നിരിക്കാറുണ്ട്. അങ്ങനെ ഉറക്കമുണർന്നിരിക്കുകയാണ് എങ്കിൽ ശിവഭഗവാൻ വരുന്നത് രാത്രിയിലാണെന്നൊരു വിശ്വാസമുണ്ട്. കണ്ണു തുറന്നിരിക്കുമ്പോൾ പാപം നശിക്കുമെന്നും വേറെ വിശ്വാസം. അങ്ങനെ പാപം നിറഞ്ഞ ഈ ലോകത്ത് നിന്ന് പുണ്യത്തിൻ്റെ ഒരു ലോകത്തേക്ക് പോകുന്നതിനുള്ളൊരു വഴിയാണ് ശിവനാമം എന്നും ശിവമന്ത്രം ഉച്ചരിക്കുന്നതെന്നൊക്കെ ഭക്തർ വിശ്വസിക്കുന്നു. അത് രാത്രിയിൽ കണ്ണു തുറന്നിരിക്കുന്നതും വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ശിവരാത്രി. തിരുവല്ലോമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല പണിക്കർ, ഗ്രാമപഞ്ചായത്ത് അംഗം ഷമീർ അലി, പ്രമുഖ ആത്മീയ പ്രഭാഷകനായ BK മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. നമ്മളാണെങ്കിൽ തുണി പോയിട്ട് വെച്ചാൽ അത് കുറച്ച് മണ്ണായിപ്പോകും. ക്രിസ്ത്യാനികൾ ചാപ്പട്ടിയിലാക്കുക അത് അടിയും മണ്ണായിപ്പോകും. പിന്നെ ഒരാൾക്ക് നമ്മൾ ഒന്നാ ഉപ്പട പറഞ്ഞാൽ നമ്മൾ വല്ല കോവിഡോ അല്ലെങ്കിൽ നമ്മളെ വല്ല ദുരന്തോ പമ്പോ ഒന്നോ അത് എനിക്ക് കീരിപ്പാമ്പാണ്. കാരണം അനുഭവം കോവിഡ് വന്നപ്പോൾ എല്ലാവർക്കും ഒരു ജാതി മതം ഒന്നും ഉണ്ടായി, എല്ലാവരും ഒന്നാണ്. ഇതങ്ങോട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ കീരിപ്പാമ്പാ. പിന്നെ എന്നെ തോന്നി ഇങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും മനുഷ്യന്മാരെ ഒന്നാണെന്ന രീതിയിൽ നമ്മൾ ദൈവവിശ്വാസം വേണം. അത് ഒരു 100-ൽ 95 നമ്മുടെ മനസ്സ് നന്നാണ്. ഇവിടെ താഴെ കിടക്കുമ്പോൾ എനിക്കും വരാറാണ് നമ്മൾ ആ പറഞ്ഞ പോലെ എനിക്കത് ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിൽ പിന്നെ അമ്പലത്തിൽ പോകാറുണ്ട്, ചുമ്പള്ളി പോകാറുണ്ട്. അല്ലാണ്ട് ഓരോ മതത്തിൻ്റെ കീഴിൽ മാത്രം പോകാറുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ ചെയ്യാൻ തന്നെ എന്ത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും പുറത്ത് പോകണമെങ്കിൽ എൻ്റെ പള്ളി, അതുകൊണ്ട് തിരുവല്ലാമല അമ്പലം. CCV ന്യൂസ്, തിരുവല്ലോമല.